പരമേശ്വരൻ നായരെ, ഇത് നേരിട്ട് IG അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തേ. യെസ് സർ. പരമേശ്വരൻ നായരെ, നീ വരൂ. ആ ലെറ്റർ ഇങ്ങനെ വരൂ. എന്താണിത്? നിങ്ങൾ എന്തിനു രാജിവെക്കുന്നു? എന്റെ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ. ഒരു കള്ളന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഈ ഉദ്യോഗം രാജിവെച്ചിട്ട് മക്കളെ രക്ഷപ്പെടുത്താമെന്നോ? ഇതുവരെ കൊള്ളക്കാരെ കീഴടക്കിയിരുന്ന നിങ്ങൾ ഇന്ന് മക്കൾക്ക് വേണ്ടി ഒരു കൊള്ളക്കാരന് കീഴടങ്ങാൻ പോകുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ യൂണിഫോം എന്ന് ധരിച്ചോ അന്നു മുതൽക്ക് ഞാൻ മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങൾ വരെ എന്ത് നേരിടാൻ തയ്യാറായിരിക്കണമെന്ന്. പക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ധീരതയെല്ലാം നശിച്ച് കടപ്പാടുകളെല്ലാം മറന്ന് വെറും ഒരു അച്ഛനായി നിൽക്കുകയാണ്. മറ്റുള്ളവർ പുകഴ്ത്തി പാടിയ നിങ്ങളുടെ ആ ധീരത എവിടെ? കമ്മീഷണർ രാജശേഖരൻ തമ്പി മക്കൾക്ക് വേണ്ടി കടമ മറക്കരുത്, ദുർബലനാകരുത്. നിങ്ങൾ പോണം, കമ്മീഷണറായി തന്നെ പോണം, ഈ വേഷത്തിൽ തന്നെ പോണം. എന്റെ മക്കൾക്ക് എന്തും സംഭവിക്കട്ടെ, ഞാൻ അവരുടെ അമ്മയാണ്. കടമയ്ക്ക് വേണ്ടി മക്കളെ ബലി കൊടുക്കേണ്ടി വന്നാൽ ഇന്ന് ഞാൻ അതിനും ഒരുക്കമാണ്. അനീതിയോട് തോറ്റിട്ടല്ല, അതിനെ എതിർത്ത് പോരാടാൻ. പോകൂ. യെസ്, യു ആർ റൈറ്റ്. നീ ആ കോട്ടൂരിയില്ല? ഇല്ല, ഞാൻ കമ്മീഷണർ രാജശേഖരൻ തമ്പിയാണ്. ആ തോക്ക് എന്റെ നേരെ പൊട്ടില്ല. നിന്റെ മകളുടെ ജീവൻ എന്റെ കയ്യിലാണ്. എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് അവനെ അറുത്ത് മുറിച്ചാലും അത് സഹിക്കാനുള്ള മനക്കരുത്ത് നേടിയാണോ ഞാൻ വന്നത്. ഞാൻ ഈ തോക്ക് നിന്റെ നേരെ ഉപയോഗിക്കില്ല. കാരണം എനിക്ക് നിന്റെ ജീവനോടെ വേണം. ഈ സന്ദർഭത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം ജയിൽ ചാടി ഞാൻ കാത്തിരുന്നു. എനിക്ക്
എനിക്കൊരു ജീവനം തരാമെന്ന് പറഞ്ഞാണ് നീ എന്നെ കൊണ്ടുപോയത്. എന്റെ ജീവനെ ഈ ദ്രോഹി നശിപ്പിച്ചു. നീ വെച്ചതിന്റെ പേരിൽ നീ എന്നെ കൂട്ടുന്നു. എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ യാചിച്ചു. നീ തന്നില്ല. ഈ മരുമകന് വേണ്ടി നീ എത്ര നിയമനങ്ങൾ നടത്തി. എനിക്കൊരു വിചാരണയില്ല, വിധി മാത്രം. നിങ്ങൾ രണ്ടുപേരും ഇഞ്ചിച്ചായി മരിക്കുന്നത് ഞാൻ കാണണം. അതിനു മുമ്പ് സ്വന്തം മകളോ ഭാര്യയോ വേദനയും അപമാനവും കൊണ്ട് പിടയുന്നത് കാണുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര വേദനിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ദേഹത്ത് ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. തീയിൽ കിടന്ന് പിറഞ്ഞു മരിക്കുന്നത് നിങ്ങൾ ഇവരും കാണണം. ഒഴിക്കട. No. എങ്ങേട്ടാ നിർമ്മൽ ചേച്ചി നശിപ്പിച്ചത് ഭദ്രനാണ്. മോനെ പറയടാ, എല്ലാം പറ. ഇനി ഇവനെ കൊണ്ട് നമുക്ക് ഉപയോഗമില്ല, തിരിച്ചു കൊണ്ടുപോകാനാവത്തുമില്ല. പോലീസിന്റെ എച്ചിലേക്ക് തിരിച്ചു വന്ന ഇനി നമുക്ക് ആവശ്യമില്ല. അതേടാ, ഇനി നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ ഭാര്യയിൽ നിന്ന് നിന്നെ വേർപ്പെടുത്തിയാലെങ്കിലും നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് കരുതി ഞാൻ തന്നെയാണ് നിന്റെ ഭാര്യയെ നശിപ്പിച്ചത്. ആ കുറ്റം മോഹനിൽ ചുമത്തിയാൽ നീ പോലീസിനെ വെറുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യതവല്ല. എന്തുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത്? ഓടി പറയണം. മോനെ 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 ഗംഗേട്ടനെ രക്ഷിക്കു വെച്ച ഗംഗേട്ടൻ പാവം അടച്ച പോകൂ പോകൂ.
ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്റെ പ്രതികാരം തീർന്നു. നിർത്തൂ, നിർത്താൻ. നിങ്ങൾ എല്ലാവരും ആയുധങ്ങൾ ഈ കാലത്തിൽ വെക്കൂ. മോനെ 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 അങ്ങ് എനിക്കൊരു ജീവിതം തന്നു. അതനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. അങ്ങയുടെ കുടുംബത്തിന് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു. എന്റെ തെറ്റുകൾക്ക് മാപ്പില്ല എന്ന് എനിക്കറിയാം. അങ്ങേക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഒരു യാചന മാത്രം. മോനെ, ബിജുമോനെ, അവന്റെ സംസ്കാര സ്ഥലത്ത് വരെ എടുത്തു ചെല്ലാൻ അങ്ങനെ അനുവദിക്കണം.